ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവരെ സംസാരിക്കാൻ അനുവദിപ്പിക്കുന്നു, അവസരങ്ങൾ നിഷേധിക്കുന്നു. അപ്പൊ മുണ്ടുടുത്ത മോഡി ഇവിടെ അതേ കാര്യം തന്നെ കേരള നിയമസഭയിൽ ചെയ്യുന്നത് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിന് തന്നെ അപമാനകരമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി കേരളത്തിൽ 4500 രൂപയുടെ നികുതി നിർദ്ദേശം ഉണ്ടാക്കി കേരളത്തെ വെട്ടിലാക്കിയ സർക്കാരാണ്. ഈ സർക്കാർ കഴിഞ്ഞ 5 കൊല്ലമായി ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് പിരിച്ചെടുക്കാൻ പറ്റാത്തത് IGST പൂളിൽ നിന്ന് 25,000 കോടി രൂപയാണ്. 25,000 കോടി രൂപ, അതായത് സംസ്ഥാനാന്തര ചരക്ക് ഗതാഗതത്തിൽ നിന്ന് സ്റ്റേറ്റിന് കിട്ടേണ്ട തുകയാണ്. ഹരിയാനയിൽ നിന്നൊരു കാർ ഡീലർ അവിടെ നികുതി കൊടുത്ത് അയാൾ അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ അയാൾക്ക് അതിൽ സെറ്റ് ഓഫ് കിട്ടണം. ആ സെറ്റ് ഓഫ് ആണ് കേന്ദ്രത്തിന്റെ IGST പൂളിൽ കിടക്കുന്ന തുകയായി കേരളത്തിലേക്ക് വരേണ്ടത്. അപ്പൊ കേരളത്തിൽ അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗതത്തിലൂടെ ഇവിടെ എത്തിയ ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം ഇവിടെ വിറ്റു എന്ന് ഉള്ള തെളിവ് സർക്കാർ ഹാജരാക്കിയാൽ IGST പൂളിൽ നിന്ന് കേരളത്തിന്റെ ഷെയർ കിട്ടും. ഇല്ലെങ്കിൽ ആ പണം IGST പൂളിൽ കിടന്ന് കുറെ നാൾ കഴിയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഇത് വീതിച്ചു കിട്ടും. അപ്പൊ കേരളം എന്ന് പറയുന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നാഷണൽ സാമ്പിൾ സർവേ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് കേരളമാണെന്നാണ്. GSTയുടെ ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഏറ്റവും അവസാനം ടാക്സ് മേടിക്കുന്ന, ഏറ്റവും കൂടുതൽ IGST ഇനത്തിൽ ടാക്സ് കിട്ടേണ്ട സംസ്ഥാനമാണ് കേരളം. അതായത് 2:3 ആണ്, 2:3. 2000 കോടി രൂപ SGST കിട്ടിയ 3000 കോടി രൂപ IGST കിട്ടും. ഇവിടെ 50,000 കോടി രൂപ ആണ് നമുക്ക് SGST ആയിട്ട് കേരളം ഇതുവരെ പിരിച്ചിട്ടുണ്ട്. നമുക്ക് 75,000-ലധികം കോടി രൂപ കിട്ടണമായിരുന്നു. ആ തുകയാണ് നമുക്ക് കിട്ടാതെ പോയത്. വലിയ നഷ്ടമാണ്. ഒരു വർഷം ശരാശരി 5,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിലുണ്ടാകുന്നു. കേരളത്തിൽ ഇത് കൃത്യമായി ഇതിന്റെ കാര്യം കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്ന്, ഈ പറയുന്ന ഗതാഗതം. രണ്ടാമത്, ഇപ്പോ സംസ്ഥാനത്ത് GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ, അയാൾ അവിടെ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുന്നു, ഇവിടെ വിൽക്കുന്നു, അയാളത് ഡിക്ലെയർ ചെയ്യുന്നില്ല. ആ പണവും IGST ഇനത്തിൽ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുകയാണ്. ഇനി മൂന്നാമത് B2BN, ഒരാൾ അവിടെ നിന്ന് ടാക്സ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്നു, അയാളത് ഡിക്ലെയർ ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉപയോഗിക്കുന്നു, അപ്പോഴും ടാക്സ് കൊടുക്കുന്നില്ല. അപ്പൊ B2B, ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് കസ്റ്റമർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതും, ഇതൊക്കെ ടാക്സ് പോവുകയാണ്. കേരളത്തിൽ ടാക്സ് പോവുകയാണ്. നിങ്ങളൊരു ഉദാഹരണം, ഈ ടൈലിൽ ഭൂരിഭാഗവും ടാക്സ് ഇല്ലാതെ IGST ഇല്ലാതെ പോവുകയാണ്. പിന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ അലൂമിനിയം റൂഫ് ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം. കാരണം ഈ ട്രസ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ്. ഇതിൽ നിന്ന് നിസ്സാരമായ ടാക്സാണ് കിട്ടുന്നത്. എല്ലാവരും വേറെ വഴിക്ക് കൊണ്ടുവന്ന് വേറെ വിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ 5 വർഷക്കാലം തുടർച്ചയായി പ്രതിപക്ഷം, ഞാൻ തന്നെ ഒരു ഡസനോളം പ്രാവശ്യം ഇവിടെ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. GST സംവിധാനം റീസ്ട്രക്ചർ ചെയ്യണം, ചെയ്തിട്ടില്ല. അപ്പോ എന്താണ്, ചെക്ക് പോസ്റ്റ് ഇല്ല. ചെക്ക് പോസ്റ്റിൽ വെച്ച് 6 കോടി രൂപ ചെലവാക്കി വെച്ച ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. GST ഇന്റലിജൻസ് ഇല്ല, GSTയുടെ സർവൈലൻസ് ഇല്ല, GST എൻഫോഴ്സ്മെന്റ് ഇല്ല. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ പണം കിട്ടിയേനെ. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഏത് സാധനം വേണമെങ്കിലും പുറത്തുനിന്ന് ഏത് സംസ്ഥാനത്ത് നിന്നും കൊണ്ടുവന്ന് ഇവിടെ നികുതി അടയ്ക്കാതെ വിൽക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇത് ചൂണ്ടിക്കാണിക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ 1650 ഫയലിൽ നിന്നാണ് അന്തർ സംസ്ഥാന ചരക്ക് നികുതി IGSTയുടെ 80% കിട്ടുന്നത്. ഈ 1650 ഫയൽ പോലും
ഇവര് നോക്കുന്നില്ല. ഈ 1650 ഫയല് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. വാറ്റിന്റെ കാലത്ത് തൊട്ടിരിക്കുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സർക്കാർ ചെറുവിരൽ അടക്കുന്നില്ല. പൂർണ്ണമായി ഈ നികുതി പിരിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒരു കൊല്ലം 5000 കോടി, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, യഥാർത്ഥത്തിൽ കൂടിക്കൊണ്ടിരിക്കും. കാരണം കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. 5000 കോടി രൂപയിൽ നിന്ന് ശരിയായി കൃത്യതയോടുകൂടി കൊണ്ടുപോയാൽ അതൊരു 7000-8000 കോടി രൂപയിലേക്ക് ഒരു വർഷം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ടാക്സും ഈടാക്കണ്ട, എല്ലാ പദ്ധതികളും നടപ്പാക്കാൻ പറ്റും. ഇതിപ്പോ 5 നയാ പൈസ കയ്യിലില്ല. 10 ലക്ഷം രൂപയ്ക്ക് മീതെ ഉള്ളതിനെല്ലാം ട്രഷറി ബാൻ ഏർപ്പെടുത്തി. എല്ലാ പദ്ധതി പ്രവർത്തനങ്ങൾ മുഴുവൻ നിലച്ചു. പെൻഷനുകൾ നിലച്ചു തുടങ്ങി. ഒന്നും കൊടുക്കാനില്ലാത്ത ഒരു പൈസയില്ലാതെ ഈ വാർഷിക അവസാനത്തിൽ പദ്ധതികളെല്ലാം പാളിക്കൊണ്ട് സർക്കാർ നിൽക്കുകയാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റീസ്ട്രക്ചറാണ് GST നടപ്പാക്കുന്നത്. അല്ല, ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, നിയമസഭയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഈ GSTയുടെ ഈ റീസ്ട്രക്ചർ സംസ്ഥാനത്തിന്റെ നികുതി ഭരണ സംവിധാനം മെച്ചപ്പെടുത്താൻ ഒരു തരത്തിലും ഉതകുന്നതല്ല. അശാസ്ത്രീയമായ റീസ്ട്രക്ചറിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. എവിടെയാണ്, ആരാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും ഇല്ലാത്ത തരത്തിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പാളിപ്പോയ നികുതി ഭരണ സംവിധാനമാണ് നിൽക്കുന്നത്. ആ നികുതിയാണ് നഷ്ടപ്പെടുന്നത്. നികുതി കൊണ്ടുപോവാണ്, ആളുകൾ നികുതി വെട്ടിക്കുകയാണ്, കോടിക്കണക്കിന് രൂപ നികുതി വെട്ടിക്കുകയാണ്. അത് ചെയ്യാൻ പറ്റാത്ത സർക്കാരാണ് ഈ പാവപ്പെട്ടവരുടെ തലയിൽ കൊണ്ടുപോയി ഈ നികുതി ഭാരം കെട്ടിവെക്കുന്നത്. ഇത് നിയമസഭയിൽ ചർച്ച ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ആകാശം ഇടിഞ്ഞു വീഴുമോ? സർക്കാരിന്റെ കെടുകാര്യസ്ഥതകളെയും സർക്കാരിന്റെ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ഞങ്ങളത് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കാതെ ഭൂരിപക്ഷവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നിയമസഭാ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന അപമാനകരമായ, സംസ്ഥാന നിയമസഭയ്ക്ക് വരെ അപമാനകരമായ കാര്യമാണ് ഇന്നുണ്ടായത്. ഇന്നലെയും മിനിങ്ങാന്നും സമനില തെറ്റിപ്പോയ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പ്രതിരോധത്തിലാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ബഹുമാനപ്പെട്ട ഈ സ്പീക്കർ ഇത് ചെയ്തത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങളുടെ ശക്തിയായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ ഇന്നലെയും മിനിങ്ങാന്നും നടന്നത്. ഇന്നലെയും മിനിങ്ങാന്നും ഭരണകക്ഷിയാണ് സഭ സമീപിച്ചത്. സ്പീക്കർക്ക് എഴുന്നേറ്റ് പോകേണ്ടി വന്നത് ഇന്നലെയും മിനിങ്ങാന്നും ഭരണപക്ഷം കാരണം. സ്പീക്കർ പറയുന്നത് കേൾക്കുന്നില്ല. ഞങ്ങളാണ് സ്പീക്കർ പറയുന്നത് കേൾക്കുന്നത്. ഞങ്ങൾ ആ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അവർക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു സ്പീക്കറോടുള്ള സംസാരത്തിൽ. ഇതൊന്നും സ്പീക്കർ കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. ഒരു മുഖ്യമന്ത്രിയും ചോദിക്കാത്ത വാക്കുകളാണ്. മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും കണ്ടവർക്ക് എല്ലാം അറിയാം. അപ്പൊ നിയമസഭയിലുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം പോലും തല്ലിക്കെടുത്ത രീതിയിലുള്ള സമീപനമായിട്ട് പോവുകയാണ്. അപ്പൊ തന്നെ പറഞ്ഞല്ലോ ഒരു കാരണവുമില്ലാതെയാണ് ഇത് റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഒരു കാരണമില്ല. അതായത് ഇനി 1 മാസം സഭ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അടിയന്തര പ്രമേയത്തിൽ ഒന്നും ചർച്ച ചെയ്യണ്ടല്ലോ. എല്ലാം 1 മാസത്തെ പരിപാടിയിൽ ചർച്ച ചെയ്യാലോ. അതിന് മറുപടി എന്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. അതായത് റൂൾ ഓഫ് പ്രൊസീജിയറിൽ അല്ല, റൂളാണ് പ്രധാനം. പ്രീസിഡന്റ് രണ്ടാമതേ വരുള്ളൂ. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. ഇതുവരെ ചെയ്ത് കാണും. ഞാൻ ഇനി റൂൾ അനുസരിക്കാൻ പോകാന്നൊരു സ്പീക്കർ പറഞ്ഞ് ചെയ്യാൻ പറ്റും. സാധാരണ പ്രീസിഡന്റ് ആണ് അത് നോക്കുന്നത്. പക്ഷെ ഇന്നലെ റൂള് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 50-7 അഡ്ജുഡിക്കേഷൻ ഉള്ള കാര്യം ചെയ്യാൻ പാടില്ലെന്നാണ്.
എന്താണ് അഡ്ജുഡിക്കേഷൻ എപ്പോഴാണ് തുടങ്ങുന്നത്? ചാർജ് ഷീറ്റ് കൊടുത്ത് ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്യുന്ന സമയം വരെയാണ്. അത് ഷാഗ്ദർ ഗോൾ കൃത്യം പറയുന്നത്. ക്രിമിനൽ കേസ് എപ്പോഴാണ് സബ്ജുഡീസ് ആവുന്നത്? സഭയിൽ കൊണ്ടുവന്നാൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞ്. പക്ഷെ ഇവിടെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എത്രയോ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ലേ? എത്ര കാര്യം ഇവിടെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ എത്രയോ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് എത്രയോ പ്രീസിഡന്റ് ഉണ്ട്. പക്ഷെ റൂള് പറഞ്ഞാൽ റൂള് പറഞ്ഞു. ആ റൂളിനെ പിന്നെ ആരും ഒരു മന്ത്രിയും എഴുന്നേറ്റ് നിഷേധിച്ചില്ലല്ലോ. 52(7) അനുസരിച്ച് തന്നെയാണ് ഇന്നലെ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരു കേസ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. 4 മന്ത്രിമാരെ എഴുന്നേറ്റ് നിന്ന് പുസ്തകമൊക്കെ വായിച്ചു. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിലുള്ള റൂൾ. ഇതാണ് 52(7). ഇതാണ് 52(7) അനുസരിച്ച് തന്നെയാണ് ഞങ്ങളിത് അവതരിപ്പിച്ചത്. ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇന്ന് റൂളും ഇല്ല, പ്രൊസീജിയറും ഇല്ല, പ്രീസിഡന്റും ഇല്ല, ഒന്നുമില്ല. ഒന്നും പറയാതെ ഇനി 1 മാസം ചർച്ച ചെയ്യാൻ സമയമുണ്ടെന്നാണ്. ഈ ബജറ്റ് വേളയിൽ ഇത് ചർച്ച ചെയ്ത്, ബജറ്റ് വേളയിൽ ഇത് ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് വെക്കുന്നില്ല ധനകാര്യമന്ത്രി. 1. 2, 400-ലധികം ചോദ്യങ്ങൾക്കാണ് ഉത്തരം തരാത്തത്. ചില ദിവസം ഒറ്റ ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം പ്രതിപക്ഷം ഞങ്ങൾ ഡാറ്റയുടെ ബേസിലാണ് സഭയിൽ സംസാരിക്കുന്നത്. അത് ചോദ്യോത്തരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റ, നമ്മൾ പുറത്തുനിന്ന് വിവരാവകാശ നിയമപ്രകാരം എടുക്കുന്ന ഡാറ്റ, അല്ലാതെ കിട്ടുന്ന ഓതന്റിക്കായ ഡാറ്റ. ഞങ്ങൾക്ക് അത് നിർബന്ധമുണ്ട്. അതല്ലാതെ ഫാക്ച്വൽ അല്ലാത്ത ഒരു കാര്യവും നിയമസഭയിൽ സംസാരിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്നത്. 400-ലധികം ചോദ്യങ്ങൾക്ക് ഈ ധനകാര്യമന്ത്രി ഉത്തരം തരാനുണ്ട്. കാരണം യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിന്റെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതല്ലേ അവസരമുള്ളൂ. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അവസരം ഇതല്ലേ. ആ അവസരത്തെയാണ് ഇവര് ഇല്ലാതാക്കുന്നത്. ഒരു കാരണവും ഇല്ല. അല്ലല്ല ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ അതിനു മുമ്പേ പറഞ്ഞതല്ലേ. ഞാൻ ഐസക് ഇരിക്കുമ്പോൾ തന്നെ 2019 പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതില് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. 2021 ബജറ്റിൽ അദ്ദേഹം പറയാണ്, ഏറെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ GSTയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ 3 വർഷവും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. റിട്ടേൺ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാത്തതും, അതായത് GSTR 1, 2, 3, മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ബ്രാക്കറ്റിൽ IGST സെറ്റിൽമെന്റ് കാരണം ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന നികുതി വരുമാനം ലഭിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് കോമ്പൻസേഷൻ കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾ പറയും കോമ്പൻസേഷൻ ഒരു ദിവസം അവസാനിക്കും. അപ്പോ കേരളം പരുങ്ങും കിടന്നു. നിയമസഭയിൽ പറഞ്ഞ പരുങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഈ ഒന്നും ചെയ്യാതെ പോകുന്നത് കേരളത്തെ അപകടത്തിലെത്തിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് വാച്ച് ചെയ്യുമല്ലേ. ഞാൻ 5 വർഷം പബ്ലിക് എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാനായിരുന്നു, 5 കൊല്ലം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു, നിരന്തരമായി ടാക്സസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഞങ്ങളൊക്കെ ഇത് നിരന്തരമായി വാച്ച് ചെയ്ത് ഈ അപകടം സർക്കാർ പോകുന്ന, ഞാനിത് മുഴുവൻ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ ആണെന്ന് പറയുന്നില്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലം തൊട്ടുള്ള നിരന്തരമായ കെടുകാര്യസ്ഥതയുടെ പരിണത ഫലമാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് അത്. അപ്പൊ ഈ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാൻ ഊടുവരിയിൽ ഒരു ക്യാമറ വയ്ക്കും, വേ ബില്ല് സ്ട്രിക്റ്റ് ആക്കും. ഒരു ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല. ക്യാമറയൊക്കെ ഈ കള്ള നടത്തിക്കൊണ്ടുവരുന്നാൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിപ്പിച്ച് കേടാക്കുന്ന ഉദ്യോഗസ്ഥർ കൂട്ടുവെക്കുന്നുണ്ട്. ഭയങ്കര അഴിമതി നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ കണ്ണടക്കുകയാണ്. ഒരു സ്ഥലത്തും പോകുന്നില്ല ഇവര്. എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ല. ഈ നികുതി ഭരണ സംവിധാനത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ധനകാര്യമന്ത്രിക്ക് ഒന്നും അറിയത്തില്ല. എനിക്കങ്ങനെ പറയാൻ വിഷമമുണ്ട്. അദ്ദേഹം അറിയുന്നില്ല. അത് ഉണ്ടാക്കേണ്ടത് സർക്കാരല്ലേ. കാരണം IGST ആക്ടിന്റെ സെക്ഷൻ 17 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ IGST പൂളിൽ വരുന്നതിന്റെ പകുതി കേന്ദ്ര സർക്കാരിനാണ്, പകുതി അപ്പോർഷൻമെന്റ് ആണ് സ്റ്റേറ്റിനാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പൊ ഈ അന്തർ സംസ്ഥാന ചരക്ക് നീക്കം നടന്ന് ഇവിടെയാണ് ഇത് വിറ്റഴിച്ചതെന്ന് നമ്മൾ പ്രൂഫ് കൊടുത്താൽ മതി. അതിന് യഥാർത്ഥത്തിൽ ഈ GST അവർക്കും സെറ്റ് ഓഫ് ചെയ്ത് കിട്ടുന്നതാണ്.
അവരെ ഇത് പഠിപ്പിച്ച് വളരെ കുറച്ച് ഫയലുകളല്ലേ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ 80% കളക്ഷൻ കിട്ടുന്നത് 1650 ഫയലിൽ നിന്ന് മാത്രമാണ്. ഒരു 25 ഉദ്യോഗസ്ഥന്മാരെ അത് ഏൽപ്പിച്ചാൽ കറക്റ്റായിട്ട് വരുക പൈസ. ബാക്കിയുള്ളത് കള്ളക്കച്ചവടം ഭയങ്കരമായിട്ട് വരുന്ന കള്ളക്കച്ചവടം. ആ കള്ളക്കച്ചവടം ഇപ്പൊ പെരുകയാണ്. അപ്പോ എല്ലാം പോവാണ്. SGST കിട്ടുന്നില്ല, IGST കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. GST താഴോട്ട് പോവാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് വരുമാനം വർദ്ധിച്ചെന്നാണ്. അത് എന്തിനാണ്? മൈനസിൽ നിന്ന് കൂടിയതിനാണ് ഈ പെർസെൻറ്റേജ് കൂടിയെന്ന് പറഞ്ഞത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ നികുതി വരുമാനത്തിന്റെ വർധനവുണ്ടായ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇവിടെ 15% കൂടിയെന്ന് പറയുന്നത് മൈനസിൽ നിന്നാണ് കൂടിയത്. മനസ്സിലായി? ജമ്മു കാശ്മീരിൽ 28%, ചണ്ഡീഗഡിൽ 33%, രാജസ്ഥാനിൽ 24%, ഉത്തർപ്രദേശ് 19%, ബീഹാർ 36%, കേരളം 15%, വെസ്റ്റ് ബംഗാൾ 24%, മധ്യപ്രദേശ് 22%, ഗുജറാത്ത് 26%, കർണാടക 21%. ഇവിടെ കൂടിയത് 15%. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത്. അതാണ് ഞങ്ങൾ നാഷണൽ സാമ്പിൾ സർവേയുടെ ഇത് പറഞ്ഞത്. ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് കേരളമാണ്. ഏറ്റവും കൂടുതൽ 80% സാധനങ്ങൾ വരുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ്. 80%. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IGST കിട്ടേണ്ട ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. എത്രാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്? ഇത് ഞങ്ങളല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത്? ഞങ്ങളുടെ ദൗത്യമല്ലേ? ഞങ്ങളിത് വളരെ ഭംഗിയായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ഞങ്ങൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഞങ്ങൾ വെച്ച് ഡാറ്റ വെച്ച് കൊടുക്കാം. കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് 2:3 റേഷ്യോ വെച്ച് അത് കൊടുക്കണം. അത് ചെയ്തില്ല. ഗുരുതരമായ കൃത്യവിലോപമാണ്. എന്നിട്ട് സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറുമല്ലേ, അവന്റെ ജീവിതം ദുസ്സഹമാക്കുമല്ലേ ഇവരുടെ കഴിവുകേട് മറയ്ക്കാൻ. അതാണ് ഞങ്ങളുടെ പോയിന്റ്. ഞങ്ങളുടെ റായ്പൂർ പ്രമേയത്തിൽ ഞങ്ങൾ പ്ലീനറിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഡെവല്യൂഷൻ കുറെ കൂടി വർദ്ധിപ്പിക്കണം. GST കോമ്പൻസേഷൻ കുറച്ചു നാളുകൂടി കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഡെവല്യൂഷനിൽ കുറെ കൂടി ശ്രദ്ധിക്കണം. ഫിസ്ക്കൽ ഫെഡറലിസം നടപ്പാകുന്നില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഇഷ്യൂ എന്താ? ഇവർ വെറുതെ പ്രചരിപ്പിച്ചു GST കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ബജറ്റ് ചർച്ചയിൽ പ്രൂവ് ചെയ്ത 750 കോടിയെ ബാക്കി ഉണ്ടായാലും മുഴുവൻ കിട്ടി. GST കോമ്പൻസേഷൻ മുഴുവൻ കിട്ടി. ഒറ്റ പൈസ കിട്ടാനില്ല. ഡെഫിസിറ്റ് ഗ്രാന്റ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 കൊല്ലത്തേക്ക് ഫിനാൻസ് കമ്മീഷൻ 53,000 കോടി നിശ്ചയിച്ചിരിക്കുന്നു. ആദ്യം 13,000 കോടി കിട്ടി, പിന്നെ 14,000 കോടി കിട്ടി, പിന്നെ 8,000, 4,000 അങ്ങനെയായിട്ട് ഈ 13-ന് 8,000 ആയപ്പോഴേക്കും ഇവർ പ്രചരിപ്പിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വെട്ടിക്കുറച്ചത്. ഇത് 5 കൊല്ലത്തേക്ക് ആയിട്ട് ടോട്ടൽ 53,000 കോടി പല പോർഷനായിട്ട് വിജയിപ്പിച്ചേക്കാണ്. വെട്ടിക്കുറച്ചതല്ല. മനസ്സിലായേ? വെട്ടിക്കുറച്ചതല്ല. UDF ഗവൺമെന്റ് കാലത്ത് കിട്ടിയതിനേക്കാൾ ഇരട്ടി തുകയാണ് ഡെഫിസിറ്റ് ഗ്രാന്റായിട്ട് 53,000 കോടിയാണ് കിട്ടിയിരിക്കുന്ന. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കേന്ദ്രം നികത്തി കൊടുക്കുകയാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ കുഴപ്പമല്ലല്ലോ, ആണോ? ഇത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ ഇത് കിട്ടാത്ത? ഒരു ചെറുവിരൽ അനക്കുന്നില്ല. വർഷം എത്രയായി? ഈ 2021 പറഞ്ഞു. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു, 2 കൊല്ലം ആവുമ്പോലെ ഇവർ നികുതി പിരിക്കണ്ടേ? എന്താണ് GST എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. സർക്കാരിന്റെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറക്കിയ ആർട്ടിക്കിൾ പറയുന്നുണ്ടല്ലോ ഇത് തന്നെ. ഞങ്ങൾ ഈ പറയേണ്ട കാര്യം അവര് തന്നെ പറയുന്നുണ്ട്. ഇതിൽ വലിയ പാളിച്ചകളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് റിപ്പീറ്റ് ചെയ്ത് അവരുടെ ആർട്ടിക്കിൾ, അവർ പുറത്തിറക്കിയ ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്ത്. അല്ല, നമ്മൾ പറഞ്ഞല്ലോ പാചകവാതകത്തിന് ഗാർഹികത്തിന് 50 രൂപയും വാണിജ്യത്തിന് 351 രൂപയും കൂട്ടിയിരിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാർ നിരന്തരമായി ജനങ്ങളെ പിഴിയാണ്. ഇപ്പൊ 2 ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മേഘാലയയിലെയും മറ്റിടത്ത്. ഏത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷന്റെ പിറ്റേ ദിവസം, പോളിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നുകിൽ പെട്രോളിയത്തിനും പ്രോഡക്റ്റുകൾക്ക് കൂട്ടും, അല്ലെങ്കിൽ പാചകവാതകത്തിന് കൂട്ടും. ഇലക്ഷൻ വരുമ്പോൾ പേടിയാണ്. ഇപ്പോൾ
ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂട്ടുക. ആ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ കുറയുന്നത്. അപ്പൊ ജനജീവിതം വീണ്ടും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അല്ല, ഞങ്ങളത് ജനങ്ങളോട് പറയും. സമരത്തിന് രണ്ട് മുഖമുണ്ടല്ലോ. ഒന്ന് സർക്കാരിനെ തിരുത്തിക്കുക, ഒന്ന്. രണ്ടാമത്തത് സർക്കാർ തിരുത്താൻ തയ്യാറല്ലാത്തപ്പോൾ സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഞങ്ങൾ രണ്ടും നടത്തുന്നുണ്ട്. സർക്കാരിനെതിരായ സമരവും നടത്തുന്നുണ്ട്, ഞങ്ങൾ രാപ്പകൽ സമരങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ താഴെത്തട്ടിലേക്ക് സമരം കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ രീതിയിലും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും സിമ്പിളായി ലളിതമായി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. ലളിതമായി പറഞ്ഞു കൊടുക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.